എങ്കിലും ഒരു അണുമണി തൂക്കം നിങ്ങളെ ഹൃദയത്തിലോ നിങ്ങളെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ ലാ യദ്ഖുലുൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലേക്ക് കടക്കൂല സ്വഹാബ, അവൻ സ്വർഗ്ഗത്തിലേക്ക് കടക്കൂല സ്വഹാബ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരെ വിദൂരത്താകുമാ സ്വഭാവത്തിന്റെ കാരണം കൊണ്ട് അറിവിന്ദിലാവ് കേട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, സ്വഹാബത്ത് ചോദിച്ചു ഏത് സ്വഭാവമാണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അത് ഇബ്ലീസിന്റെ സ്വഭാവമായ കിബറാണ് സ്വഹാബ, അഹങ്കാരമാണ് സ്വഹാബ, അഹങ്കാരമാണ് സ്വഹാബ, അഹങ്കാരമാണ് സ്വഹാബ, അഹങ്കാരമാണ് സ്വഹാബ. ഏതെങ്കിലും ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് ഞാൻ വലിയവനാണെന്ന ചിന്ത വന്നു കഴിഞ്ഞാ അവന്റെ ജീവിതം അതോടുകൂടി താറുമാറായ സ്വഹാബ. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിക്കോ ഏതെങ്കിലും ഒരു ഭാര്യക്കോ ഭർത്താവിനോ ഞാൻ വലിയവനാണെന്ന ചിന്ത വന്നുകൊണ്ട് കുടുംബത്തിൽ ഭാര്യയോട് അഹങ്കാരം കാണിക്കുന്നവനാരാ? കുടുംബത്തിലെ ഭർത്താവിനോട് അഹങ്കാരം കാണിക്കുന്ന ഭാര്യ ആരാ? അല്ലാഹുവിന്റെ ഹബീബ് പറയട്ടെ, യദ്ഖുലുൽ ജന്ന, അവരെ സ്വർഗ്ഗത്തിലേക്ക് കടക്കൂല സ്വഹാബ, അവർക്ക് സ്വർഗ്ഗപ്രവേശനമില്ല സ്വഹാബ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അറിവിന്ദിലാവിലെ കുടുംബങ്ങളോട് സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, മദീനയിലെ മസ്ജിദുൻ നബിയിലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന മുത്തുനബി അങ്ങനെ സ്വഹാബത്തിനോട് പറയാൻ കാരണം എന്തെന്നറിയോ? ആ സ്വഹാബത്തിന്റെ കടയിലെ പാവപ്പെട്ട ഭാര്യയോട് ദേഷ്യപ്പെടുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ആ സ്വഹാബിയെ ഉപദേശിക്കാൻ വേണ്ടിയാണ് പേര് പറയാതെ മുത്ത് റസൂലുള്ള അങ്ങനെ പറഞ്ഞത്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സ്വഹാബി മുത്തുനബിയോട് വന്ന് പറഞ്ഞു, നബിയേ മാപ്പ് തരണം നബിയേ, തെറ്റ് പറ്റിയതാണ് തങ്ങളെ, എന്റെ അടുക്കൽ വീഴ്ച സംഭവിച്ചതാണ് നബിയേ. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് ആ പ്രിയപ്പെട്ട സ്വഹാബിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, മോനെ നിനക്ക് അല്ലാഹു നല്ല വിവരം തന്നേക്കാ, നിനക്ക് അല്ലാഹു നല്ല പണം തന്നേക്കാ, നിനക്ക് അല്ലാഹു നല്ല ഉദ്യോഗം തന്നേക്കാ, നിനക്ക് അല്ലാഹു നല്ല ഉന്നതമായ സ്ഥാനമാനങ്ങളെ വാരി